കിരൺ, ഇതാ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാമല്ലോ, ശിവഗിരി മഠം ഉൾപ്പെടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടിയുണ്ട്. അവിടെയാണല്ലോ ഈ സഭകളുടെ വോട്ടുകൾ ഇപ്പോൾ SDPI പോലെയുള്ള പൊളിറ്റിക്കൽ പാർട്ടികളുടെ വോട്ട് ആർക്ക് എന്നതുമായി ബന്ധപ്പെട്ട ഡീലും അല്ലെങ്കിൽ പിന്തുണയും ഒക്കെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിന് ഇടയിൽ ആണ് ഈ സഭകളുടെ വോട്ട് നിർണായകമാകുന്നത്. ഒരു പക്ഷേ മുമ്പത്തേതുപോലെ സഭകൾക്ക് കൃത്യമായ ഒരു സംഘടനാ വോട്ട് സംവിധാനമുണ്ടോ, അല്ലെങ്കിൽ സഭ പറയുന്നിടത്ത് തന്നെ കൃത്യമായി വോട്ട് വീഴുമോ എന്നതിലൊക്കെ തർക്കമുണ്ട്. പലപ്പോഴും അങ്ങനെ ആകണമെന്നില്ല. എങ്കിൽ പോലും സഭകളെ തൃപ്തിപ്പെടുത്തുക, സഭകളുടെ തലപ്പത്തുള്ളവർ അനുകൂലമായി നിലപാട് സ്വീകരിക്കുക, അതൊക്കെ ആ വിശ്വാസി സമൂഹത്തിൻ്റെ വോട്ടുകൾ അനുകൂലമാകുവാനുള്ള സാധ്യത സൃഷ്ടിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ പ്രതികരണങ്ങൾ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ? അഭിലാഷ്, ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു. ഈ രണ്ട് പ്രതികരണങ്ങളും നമുക്കതിനെ 3 തലത്തിൽ കാണാം. അതിൻ്റെ ഒന്നാമത്തെ വിഷയം, ഇത് പ്രത്യക്ഷമായി തന്നെ ഇടതുമുന്നണിക്ക് അനുകൂലമാണ് എന്ന് തന്നെ വ്യാഖ്യാനിക്കാൻ കഴിയും. ഒപ്പം ഇത് ഏതെങ്കിലും തരത്തിൽ അതോടൊപ്പം തന്നെ സഭയുടെ വോട്ട് പ്രതീക്ഷിക്കുന്ന BJPക്കും കേന്ദ്ര സർക്കാരിനും എതിരാണ് എന്നതും പറയാൻ കഴിയും. പക്ഷേ സ്വാഭാവികമായും അവിടെ ഈ തെരഞ്ഞെടുപ്പിലടക്കം സഭയുടെ വലിയ പിന്തുണ ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ കാലാകാലങ്ങളിലൊക്കെ പലപ്പോഴും അത്തരം സഭയുടെ പിന്തുണ ലഭിച്ചിരുന്ന UDFനെയും കോൺഗ്രസിനെയും സംബന്ധിച്ച് ഇത് തിരിച്ചടിയാണ് എന്ന് പറയേണ്ടി വരും. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇത് വലിയ ലാഭം തന്നെയാണ്. ഇടതുമുന്നണി സഭയുടെ തലപ്പത്ത് നിന്നുള്ള ആളുകളൊക്കെ, ഈ തറയിൽ പിതാവൊക്കെ ഈ സമയത്ത് ഈ തരത്തിൽ പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായും ഞങ്ങൾ ഇടതുമുന്നണിയോട് ചേർന്ന് നിൽക്കുന്നുവെന്ന അതിശക്തമായ ഒരു സന്ദേശം താഴെത്തട്ട് വരെയുള്ള ആളുകൾക്ക് നൽകുകയാണ്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ BJPയുമായി ഞങ്ങൾ അടുത്തിട്ടില്ല, BJP വിദേശ സംഭാവന സ്വീകരിക്കുന്നതിൽ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയ നിയമം കൊണ്ടുവരുന്നു, അത് പൂർണ്ണമായും സഭയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ്, സഭയ്ക്കെതിരാണ്, അങ്ങനെ ആതുര സേവനത്തിനടക്കം സഹായം കിട്ടുന്നത് വിദേശത്തു നിന്നാണ്, അതടക്കം ഇല്ലാതാക്കുന്നതാണ്, അതിനെതിരെ ശക്തമായി പറയുന്നു. അപ്പോൾ BJPക്കും എതിരാണെന്ന് പറയുന്നു. UDFനെ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കുകയോ അല്ലെങ്കിൽ UDF അനുകൂലമായ നിലപാട് പറയുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഒരു മുന്നണിയെ എതിർക്കുകയും മറ്റൊരു മുന്നണിയെ അനുകൂലിക്കുകയും ചെയ്യുമ്പോൾ മൂന്നാമത് നിൽക്കുന്ന UDFനെ സംബന്ധിച്ച് അവിടെ പിന്തുണ അവർക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ സഭയുടെ അങ്ങനെ ഒരു മുഴുവൻ പിന്തുണ അവർക്കില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം നമ്മൾ നോക്കേണ്ടത്, ഈ രണ്ട് വിഷയത്തിലും, ഈ വിദേശ സംഭാവന നിയന്ത്രണ നിയമ ഭേദഗതിയിലായാലും കേരള സർക്കാരിനെ അനുകൂലിക്കുന്ന നിയമത്തിലായാലും രണ്ടും സാമ്പത്തിക താല്പര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, സഭയെ സംബന്ധിച്ച് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത് സഭയ്ക്കാണ്. NSSനും SNDPക്കും ഒക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സഭയ്ക്കാണ്. സഭയ്ക്കിടെ കഴിഞ്ഞ 4 വർഷമായി ഈ സ്കൂളുകളിലൊക്കെ നടത്തുന്ന നിയമനങ്ങൾ, ഈ നിയമനങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിയമനങ്ങളിൽ സാമ്പത്തിക താല്പര്യങ്ങളും ഒക്കെ, അത് ഇനി ഏത് മാനേജ്മെൻ്റ് ആയാലും ആ മാനേജ്മെൻറ്റിൻ്റെ സാമ്പത്തിക താല്പര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. കേരളത്തിൽ എത്രയോ കാലങ്ങളായി നടന്നുകൊണ്ടേയിരിക്കുന്നതാണ്, ആരെങ്കിലും അതിന് തടയിട്ടതായിട്ടൊന്നുമില്ല. അപ്പോൾ ആ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. അതോടൊപ്പം ഈ ഇത്രയും ആളുകൾക്ക് ആ നിയമനം കിട്ടിയിട്ടും ആ നിയമനങ്ങൾക്കൊന്നും ശമ്പളം ലഭിക്കാത്തൊരവസ്ഥ, ആ നിയമനം അംഗീകരിക്കപ്പെടുന്നില്ല. അത് നിരന്തരമായി മാനേജ്മെൻറ്റുകൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ നിയമനങ്ങൾ അംഗീകരിക്കണം എന്നുള്ള ആവശ്യം. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി സർക്കാർ ഈ നിയമനങ്ങളെല്ലാം കൂടി ഒറ്റയടിക്ക് അംഗീകരിക്കുകയാണ്. അപ്പോൾ ഏകദേശം സഭയുടെ കണക്കനുസരിച്ച് തന്നെ 2000-നും 3000-നും ഇടയിലോളം നിയമനങ്ങൾ ഒറ്റയടിക്ക്, അത്രയും നിയമനങ്ങൾ, സ്കൂളുകളിൽ അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത്, അതുണ്ടാക്കുന്ന ഒരു വലിയ സാമ്പത്തിക ലാഭം, അതോടൊപ്പം തന്നെ അതുണ്ടാക്കുന്ന മറ്റ് ആ നിയമനങ്ങൾ അനിശ്ചിതമായി തുടരുന്നത് കൊണ്ടുണ്ടായിരുന്ന മാനേജ്മെൻറ്റുകൾക്കുണ്ടായ ബുദ്ധിമുട്ട്, ഒരു മാനേജർ എന്ന നിലയ്ക്ക് സഭയ്ക്ക് കിട്ടാവുന്ന UDF സർക്കാർ ഇരുന്നാൽ പോലും ഇത്ര വലിയ ആനുകൂല്യങ്ങൾ ഒരുമിച്ച് കിട്ടാൻ വഴിയില്ല. അത് ഇവിടെ നിന്ന് കിട്ടിയെന്നുള്ളത് രണ്ട് BJPക്കെതിരായി പറയുന്നൊരു വിഷയത്തിലും ഇതേ സാമ്പത്തിക വിഷയം തന്നെയാണ്. സഭകളെ സംബന്ധിച്ച് അതിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായാലും സഭയുടെ മറ്റ് പ്രവർത്തനങ്ങൾക്കായാലും എല്ലാം വിദേശത്ത് നിന്ന് ഫണ്ട് ലഭിക്കാറുണ്ട്. കാലാകാലങ്ങളായി അങ്ങനെ ഫണ്ട് ലഭിക്കാറുണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റ് ഈ സഭാ പ്രവർത്തനങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നത്. എന്നാൽ അതിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിയമം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നു. അതിനെതിരായ ശക്തമായ നിയമം സ്വാഭാവികമായും അത് ആദ്യം ബാധിക്കുന്നത് ഇന്ത്യയിലെ ക്രൈസ്തവ സഭകളെ തന്നെയാവും ഏറ്റവും ശക്തമായി ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അങ്ങനെ പണം വിദേശത്ത് എത്തുന്നത് ക്രൈസ്തവ സഭകൾക്കാണ്. അതിന് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക്, നല്ല കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് കരുതിയാലും എങ്ങനെ കണക്കാക്കിയാലും അതിന് ഒരു തടസ്സമുണ്ടാകുന്നു. അവിടെയും സാമ്പത്തിക താല്പര്യം തന്നെയാണ്. ഇനി മൂന്നാമത്തെ വിഷയം അതല്ല, ഈ സഭാ പിതാക്കന്മാർ ഒരു നിലപാട് എടുത്തു കഴിഞ്ഞാൽ, അഭിലാഷ് ചോദിച്ച ചോദ്യം അവിടെയാണ് ഏറ്റവും പ്രസക്തമാകുന്നത്. ഈ പരമ്പരാഗതമായി ക്രൈസ്തവ സഭയിലെ വലിയൊരു വിഭാഗം ആളുകൾ UDFനെ അനുകൂലിക്കുന്ന ആളുകളാണ്. അങ്ങനെ ആ മേഖലയിലൊക്കെ എന്തായാലും പകുതിയിൽ കൂടുതൽ ആളുകളും UDFനെ അനുകൂലിക്കുന്നതായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അങ്ങനെയല്ല, മറിച്ചൊരു അനുഭവം ഉണ്ടാവുകയും കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രബല വിഭാഗം ഇടതുമുന്നണിക്കൊപ്പം വരികയും സഭയുടെയൊക്കെ ഒരു വ്യാപകമായ പിന്തുണ ഉണ്ടാവുകയും ഒക്കെ ചെയ്തത്, ഇടതുമുന്നണിക്ക് അനുകൂലമായി പിന്തുണ ഉണ്ടാകുകയും ഒക്കെ ചെയ്തത് UDFിൽ മുസ്ലിം ലീഗിന് വലിയ സ്വാധീനമുണ്ട് എന്നുള്ള തരത്തിലേക്കുള്ള വലിയ പ്രചരണങ്ങൾ UDF നയിക്കുന്നത് ലീഗാണ്, ലീഗിൻ്റെ നിയന്ത്രണത്തിലാണ് കോൺഗ്രസ് എന്നുള്ള പ്രചരണമൊക്കെ വലിയ തോതിൽ എറുക്കുകയും ഒക്കെ ചെയ്തതാണ്. അതോടൊപ്പം തന്നെ ഈ മുസ്ലിം മതവിഭാഗവും ക്രൈസ്തവ മതവിഭാഗവും തമ്മിലുള്ള താഴെത്തട്ടിലടക്കം നിലനിൽക്കുന്ന പല തരത്തിലുമുള്ള എതിർപ്പുകൾ, ആ എതിർപ്പുകളെല്ലാം ചേർന്ന്
ചേർന്നപ്പോൾ അത് സ്വാഭാവികമായും ഇടതുമുന്നണിക്ക് അനുകൂലമായ വോട്ടായി മാറി. ഇപ്പോൾ ഈ വിഷയം പറയുമ്പോൾ ഇത് സഭയിലെ താഴെത്തട്ടിലെ വിശ്വാസികൾ ഈ പിതാക്കന്മാരുടെ അഭിപ്രായം എത്രത്തോളം ഉൾക്കൊള്ളും എന്നത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രമേ പറയാൻ കഴിയൂ. എന്തായാലും അങ്ങനെ ഏതെങ്കിലും ഇനി ഇടതുമുന്നണിക്കായാലും വലതുമുന്നണിക്കായാലും BJPക്കായാലും ഒന്നും സഭ ഒരു പിന്തുണ നൽകി എന്ന് കരുതി ഒരു കാലത്തും എല്ലാവരും അങ്ങനെ വോട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഒരു വിഭാഗം ആളുകളെങ്കിലും സഭയുടെ നിലപാടുകൾ ശക്തമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അത് ഇക്കുറി എത്രത്തോളം സ്വാധീനിക്കും എന്നതാണ് ഇവരുടെയൊക്കെ പ്രതികരണത്തിൽ ഏറ്റവും പ്രധാനമായി വരുന്നത്. യെസ്, എന്തായാലും സഭയുടെ നിലപാടുകൾ ഈ സൂചിപ്പിക്കുന്ന പോലെ സഭയ്ക്ക് എത്രത്തോളം വോട്ട് സ്വാധീനം, അല്ലെങ്കിൽ സഭ പറയുന്നത് പൂർണ്ണമായും അനുസരിക്കുന്ന വോട്ടർമാരാണോ സഭയിലേത് എന്നതൊക്കെ സംശയകരമായി നിൽക്കുമ്പോൾ പോലും സഭയുടെ നിലപാട് തെരഞ്ഞെടുപ്പുകളിൽ നിർണായകമാകുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഈ അനുകൂലമായ പ്രതികരണങ്ങൾ കത്തോലിക്ക സഭയിൽ നിന്ന് ഉണ്ടാകുന്നു എന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണകരമാവുകയും അതേസമയം കോൺഗ്രസിന് അത് തലവേദനയായി മാറുകയും ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.